Then move on to next question. Describe the Indian Renaissance, highlighting its phases and the contribution of major social reform movements and reformers. പിന്നീട് നമ്മൾ ഒരുപാട് സോഷ്യൽ റിഫോമേഴ്സിനെ കുറിച്ച് പഠിച്ചു അല്ലെ. ഇന്ത്യയിലുള്ള സൊസൈറ്റിയിൽ ഒരുപാട് ഇൻജസ്റ്റിസസ് ഇൻക്ലൂഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഇന്ത്യയിൽ ഒരുപാട് എഡ്യൂക്കേഷൻ വന്നതിന് ശേഷം ഒരുപാട് റിയലൈസേഷൻ വരികയും അതുപോലെ തന്നെ ആളുകൾ പിന്നീട് ഒരു ഇന്ത്യൻ റിനൈസൻസിന്റെ ഒരു ഭാഗമാവുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ. ഇന്ത്യയിലുള്ള ഒരുപാട് കോൺട്രവൻസീസ് ലൈക്ക് ഒരുപാട് കോൺഫ്ലിക്റ്റിനെയും ഒരുപാട് ഒരു വയലന്റ് സിനാരിയോ മാറ്റിയെടുക്കുന്ന ഒരു റിനൈസൻസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഉത്തരവായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു? ദ ഇന്ത്യൻ റിനൈസൻസ് വാസ് എ 19th century സോഷ്യോ കൾച്ചറൽ അവൈക്കനിങ് ഇൻഫ്ലുവൻസിംഗ് ബൈ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, വെസ്റ്റേൺ ഐഡിയാസ്, സയന്റിഫിക് ഡിസ്കവറീസ് ആൻഡ് ദ റിവൈവൽ ഓഫ് ആൻഷ്യന്റ് ടെക്സ്റ്റ്. അപ്പൊ എന്താണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നതിന് ശേഷമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരുപാട് എക്സ്പ്ലോയിറ്റേഷന്റെയും ഒരുപാട് ഒരു ഡിസ്ക്രിമിനേഷൻ ഒക്കെ റിയലൈസ് ചെയ്യാൻ കഴിയുന്നത് ഇന്ത്യൻ പീപ്പിൾസിന്. അതിനൊരിക്കലും നമുക്ക് ഇംഗ്ലീഷിനെ ഓർ ബ്രിട്ടീഷ് പീപ്പിൾസിനെ കുറ്റം പറയാൻ പറ്റില്ല അല്ലെ. അവരുടെ ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റവും അവരുടെ ആ ഒരു കൾച്ചറും വന്നതിന് ശേഷമാണ് ഇംഗ്ലീഷിന്റെ ആ ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ റിയലൈസ് ചെയ്യുന്നത് ആളുകൾ അല്ലെ. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ എന്തൊക്കെയാണ് 3 phases ഉണ്ട് ഇന്ത്യൻ റിനൈസൻസിന്. എന്തൊക്കെയാണ്? ഫസ്റ്റ് ഫേസിൽ എന്താ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ലെഡ് ബൈ എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ്. എഡ്യൂക്കേറ്റഡ് ചെയ്തിട്ടുള്ള മിഡിൽ ക്ലാസ് പീപ്പിൾസ് ആയിരുന്നു ഫസ്റ്റ് ഫേസ് കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത്. ഫസ്റ്റ് ഫേസ് ലെഡ് ചെയ്തിരുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയാ? ഇൻസ്പയർഡ് ബൈ ബ്രിട്ടീഷ് ലിബറലിസം ഇൻസ്പയർ ചെയ്തുകൊണ്ട് ഫോക്കസ് ഓൺ സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം യൂസിങ് റേഷണൽ തോട്ട്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് സോഷ്യൽ റിഫോംസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ കീ ഫിഗേഴ്സ് ആരൊക്കെയാണ് ഫസ്റ്റ് ഫേസിൽ ഉണ്ടായിരുന്ന? രാജാറാം മോഹൻ റോയ്, ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ ആൻഡ് ശ്രീനാരായണ ഗുരു എന്നീ മേജർ ആയിട്ടുള്ള ആളുകളായിരുന്നു, പ്രോമിനന്റ് ആളുകളായിരുന്നു ലെഡ് ചെയ്തിരുന്നത് ഫസ്റ്റ് ഫേസ് ഓഫ് റിനൈസൻസ്. Then opposed സതി, അവരുടെ മെയിൻ എയിം എന്തായിരുന്നു? They were opposed സതി, supported widow remarriage. ഓക്കെ ആണോ? ഫസ്റ്റ് ഫേസ് മനസ്സിലായോ? Then സെക്കൻഡ് ഫേസിലേക്ക് പോകുന്ന സമയത്ത് സെക്കൻഡ് ഫേസ് merged social reforms with anti-colonial politics. അപ്പോൾ ആന്റി കൊളോണിയൽ പൊളിറ്റിക്സുമായിട്ട് merge ചെയ്യാണ് ചെയ്യുന്നത് സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് സെക്കൻഡ് ഫേസ് ആയ സമയത്ത്. എന്താണ് സെക്കൻഡ് ഫേസിന്റെ ഒരു എയിം? റിഫോം ഐഡിയ സ്പ്രെഡ് വിത്ത് നാഷണലിസ്റ്റ് മൂവ്മെന്റ്. എന്താണ് അവരുടെ ഒരു എയിം എന്ന് പറയുന്നത്? നാഷണലിസ്റ്റ് മൂവ്മെന്റ്സ് ഒരുപാട് ബിഗൻ ചെയ്യാണ് ചെയ്യുന്നത്. ലൈക്ക് ഇന്ത്യൻ പീപ്പിൾസിന്റെ ആ ഒരു കൊളോണിയലിസത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ആ ഒരു ഇൻസ്റ്റിങ്സ് അവരുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാണ് ചെയ്യുന്നത്. ദെൻ addressing social issues with an anti-colonial tone. ആന്റി-കൊളോണിയൽ ടോണിലൂടെ ഒരു സോഷ്യൽ ഇഷ്യൂസിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയായിരുന്നു സെക്കൻഡ് ഫേസ് വന്നപ്പോൾ. എന്താണ് തേർഡ് ഫേസ് ആയപ്പോഴേക്കും സംഭവിച്ചത്? ഫ്യൂസ്ഡ് മാർക്സിസ്റ്റ് ഐഡിയ വിത്ത് റിനൈസൻസ് വാല്യൂസ്. റിനൈസൻസ് വാല്യൂസിലേക്ക് മാർക്സിസ്റ്റ് ഐഡിയ ഇൻക്ലൂഡ് ചെയ്യാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? എംഫസൈസ്ഡ് എൻഡിങ് കാസ്റ്റ് സിസ്റ്റം എൻഡ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരുന്നു. ക്ലാസ് ആൻഡ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, പ്രൊമോട്ടിംഗ് സെക്യുലറിസം ആൻഡ് ഇക്വാലിറ്റി, എയിം ടു ട്രാൻസ്ഫോം കൾച്ചറൽ പ്രാക്ടീസസ്. ഇതൊക്കെയാണ് തേർഡ് ഫേസ് ആയപ്പോഴേക്കും വരുന്നത്. ദെൻ മേജർ റിഫോം മൂവ്മെന്റ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ബ്രഹ്മസമാജ് ആരായിരുന്നു കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത്? 1828 രാജാറാം മോഹൻ റോയ് ആയിരുന്നു അല്ലെ. കുറച്ച് വാസ്റ്റ് ഏരിയ ആണ്, എന്തായാലും ഫോക്കസ്ഡ് ആയിട്ട് തന്നെ പഠിക്കണം കേട്ടോ. ഓക്കെ. അഡ്വക്കേറ്റഡ് മോണോത്തിസം. എന്താണ് ബ്രഹ്മസമാജിന്റെ ഒരു എയിംസ് എന്ന് പറഞ്ഞിരുന്നത്? അഡ്വക്കേറ്റഡ് മോണോത്തിസം, റിജക്റ്റഡ് റിച്വൽസ്, പ്രൊമോട്ടഡ് റാഷണലിസം ആൻഡ് സോഷ്യൽ റിഫോം. എന്തായിരുന്നു മോണോത്തിസം? ഒരു സിംഗിൾ ഗോഡിൽ മാത്രം വിശ്വസിക്കുന്നു. റിജക്റ്റഡ് റിച്വൽസ്, മറ്റുള്ള ഒരുപാട് ട്രഡീഷൻസിനെ റിജക്ട് ചെയ്തുകൊണ്ട് ഒരു റിലീജിയൻ ബേസ് ആവാത്ത ഒരു കോൺട്രിബ്യൂഷൻ ആണ് ബ്രഹ്മസമാജ് നൽകിയിരുന്നത്. ദെൻ അഗെയിൻസ്റ്റ് പ്രൊമോട്ടഡ് റാഷണലിസം ആൻഡ് സോഷ്യൽ റിഫോംസ്. ദെൻ പ്രാർത്ഥന സമാജ് ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ആത്മാറാം ഭണ്ടൂറാങ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. 1876 വരുന്നത്. എന്താണ് പ്രൊമോട്ട് ചെയ്തത്? പ്രൊമോട്ടഡ് റാഷണൽ വർഷിപ്പ്, വുമൻസ് എഡ്യൂക്കേഷൻ, ഓപ്പോസിറ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. അപ്പൊ വുമൻസ് എഡ്യൂക്കേഷൻ ഒക്കെ പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു കാസ്റ്റ് സിസ്റ്റത്തിനെ കംപ്ലീറ്റ്ലി ഇറാഡിക്കേറ്റ് ചെയ്യാനൊക്കെ റിഫോം മൂവ്മെന്റ്സിന് സഹായകമായിട്ടുണ്ട് അല്ലെങ്കിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിരുന്നു അല്ലെ. Then third എന്താണ്? സത്യശോധക് സമാജ്. It was populared by Jyotiba Phule in 1873. For Brahmanical dominance, caste oppression, promoted lower caste education. അപ്പോൾ കാസ്റ്റ് ഒപ്രഷൻ ആയിരുന്നു മെയിൻ ആയിട്ട് റിഫോം മൂവ്മെന്റ്സിന്റെ ഒരു ഐഡിയൽ. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ഐഡിയൽ എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ അവരുടെ ആ ഒരു എയിം വെച്ചിട്ട് തന്നെയായിരുന്നു കാസ്റ്റ് ഒപ്രഷനും അതുപോലെ തന്നെ ബ്രാഹ്മണിക്കൽ ഡൊമിനൻസിന് എഗെയിൻസ്റ്റ് ആയിരുന്നു സത്യശോധക് സമാജ്.
Then Arya Samaj ഫോം ചെയ്യുന്നത് സ്വാമി ദയാനന്ദ സരസ്വതി, which was in 1875. എന്താണ്? കാൾഡ് ഫോർ വേദിക് റിവൈവൽ. എന്താണ്? വേദിക് റിവൈവൽ. opposed idol worship, supported women's rights, social justice and caste equality. അപ്പോൾ ഇതൊക്കെയാണ് ആര്യ സമാജിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. Then move on to key social reformers. അപ്പോൾ ആരൊക്കെയായിരുന്നു key social reformers? അപ്പോൾ reform മൂവ്മെന്റ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആൻഡ് key social reformers ആരൊക്കെയായിരുന്നു? രാജാറാം മോഹൻ റോയ് led സതി abolition, opposed polygamy, കാസ്റ്റ് സൂപ്പർസ്റ്റിഷൻസ്. അതുപോലെ തന്നെ ഇതൊക്കെയായിരുന്നു രാജാറാം മോഹൻ റോയിയുടെ ഒരു എയിം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് രാജാറാം മോഹൻ റോയ് സോഷ്യൽ റിഫോമിലൂടെ മാറ്റിയത്. പിന്നെ ഒരുപാട് സോഷ്യൽ റിഫോമേഴ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. പിന്നെ ആരൊക്കെയായിരുന്നു? ഓർമ്മയുണ്ട് എല്ലാവർക്കും? ജ്യോതിബ ഫുലെ ഓപ്പൺ ഫസ്റ്റ് ഗേൾസ് സ്കൂൾ. ജ്യോതിബ ഫുലെയാണ് ആദ്യമായിട്ട് ഗേൾസ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. എഗെയിൻസ്റ്റ് ഗേൾസ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്, ഗേൾസിന് എഡ്യൂക്കേഷൻ സിസ്റ്റം അക്വയർ ചെയ്യാനുണ്ടായിരുന്ന ഒരു അവൈലബിലിറ്റി ഉണ്ടായിരുന്നില്ല ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇന്ത്യയിൽ വന്നിട്ടും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ? So Jyotiba Phule opened first English education and opposed child marriage, casteism, founded Satyashodak Samaj. Then Swami Dayananda Saraswatiയുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്? അഡ്വക്കേറ്റഡ് ഹിന്ദു റിവൈവൽ. ഹിന്ദുയിസത്തിനെ കംപ്ലീറ്റ്ലി റിവൈവ് ചെയ്തൊരു വ്യക്തിയാണ്. ഒപ്പോസിഡ് ഐഡൽ വർഷിപ്പ്, സപ്പോസഡ് വുമൻസ് റൈറ്റ്. വുമൻസ് റൈറ്റിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. സ്വാമി വിവേകാനന്ദ എന്തൊക്കെ ചെയ്തു? ജോയിൻഡ് ബ്രഹ്മ സമാജ്, fought illiteracy, child marriage, founded Ramakrishna Mission and promoted nationalism. Then Dr. B.R. Ambedkar എന്തൊക്കെയാണ് ചെയ്യുന്നത്? ബോൺ ദലിത്. B.R. അംബേദ്കറിന്റെ മോസ്റ്റ് ഓഫ് ദ കോൺട്രിബ്യൂഷനും ദലിത് പീപ്പിൾസിനെ അപ്ലിഫ്റ്റ് ചെയ്യാനായിരുന്നു എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓർമ്മയുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? Okay, then fought for untouchables rights and led temple entry movements, drafted the Indian Constitution. അപ്പോൾ B.R. അംബേദ്കറിന്റെ പ്രത്യേകതകൾ ഇതാണ്. Then the Indian Renaissance led to major social and cultural changes shaping modern India and advancing nationalism, women's empowerment and social justice. മനസ്സിലായോ? ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ ആണെങ്കിൽ ഒന്ന് പറഞ്ഞേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. Okay, then next question. Analyze the emergence of nationalism in India as a reaction to British rule and the significant role played by literature in this movement. അപ്പൊ എന്താണ് നാഷണലിസം വരികയാണ് അല്ലെ ഇന്ത്യയിലേക്ക്. പിന്നീട് കൊളോണിയലിസത്തിന്റെ ഒരു എൻഡ് അപ്പ് വരുന്നു. അതായത് കൊളോണിയലിസത്തിന്റെ ആ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് വരുന്ന സമയത്ത് നാഷണലിസം വരികയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്തൊക്കെയായിരുന്നു നാഷണലിസത്തിന്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ? ആ ഒരു സമയത്ത് ലിറ്ററേച്ചർ എങ്ങനെയൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ചാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് ഇതുവരെയും നമ്മൾ ഹിസ്റ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറയുന്നത് ലിറ്ററേച്ചറിന്റെ കോൺട്രിബ്യൂഷൻസ് എങ്ങനെയൊക്കെയാണ് അത്തരം കാര്യങ്ങളിൽ അല്ലെങ്കിൽ അത്തരം സിറ്റുവേഷൻസിൽ വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് പറയാനാണ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെ എഴുതാം? എന്തൊക്കെയായിരുന്നു നാഷണലിസത്തിലൂടെ ലിറ്ററേച്ചർ എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ് നാഷണലിസം വഴി കൊടുക്കുന്നത്? Indian nationalism, a response to British rule, emphasized sovereignty and self-determination ആണ് അല്ലെ. It grew in the late 19th century due to the formation of the Indian National Congress. In 1885, improved communication and Western education, rediscovery of India's past and the rise of Indian newspapers. അപ്പോൾ നാഷണലിസം പ്രൊമോട്ട് ചെയ്ത കാര്യങ്ങളാണ്. ലേറ്റ് 19th സെഞ്ചുറിയിലാണ് നാഷണലിസം ഗ്രോ ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ലൈക്ക് റെയിൽവേസ്, ടെലഗ്രാഫ്സ്, പോസ്റ്റ് എല്ലാം പിന്നീട് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് എല്ലാം നാഷണലിസം പ്രൊമോട്ട് ചെയ്യാനും നാഷണലിസം വൈഡ് റേഞ്ച് ഓഫ് ഇന്ത്യയിലേക്ക് പ്രൊമോട്ട് ചെയ്യാനൊക്കെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, റീഡിസ്കവറി ഓഫ് ഇന്ത്യസ് പാസ്റ്റ് ആൻഡ് റൈസ് ഓഫ് ഇന്ത്യൻ ന്യൂസ് പേപ്പേഴ്സ്. അങ്ങനെ ഇന്ത്യൻ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇന്ത്യൻ ന്യൂസ് പേപ്പേഴ്സിന്റെ ആ ഒരു വൈഡ് റേഞ്ച് പിന്നീട് നാഷണലിസത്തിലേക്ക് ആളുകളെ എത്തിക്കാനും അതുപോലെ തന്നെ നാഷണലിസം പോപ്പുലർ ആക്കാനും ഒരുപാട് റൂറൽ ഏരിയാസ് ഉണ്ട് അല്ലെ ഇന്ത്യയിൽ. അപ്പൊ ആ ഒരു റൂറൽ ഏരിയാസിലേക്ക് ന്യൂസ് പേപ്പേഴ്സിലൂടെ നാഷണലിസം എമേർജ് ചെയ്യാനും സഹായിച്ചിട്ടുണ്ട് അല്ലെ. അതിനെക്കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ പിന്നീട് എങ്ങനെ എഴുതാം ഈ ആൻസർ? സോഷ്യൽ റിഫോമേഴ്സ് ലൈക്ക് ബങ്കിം ചന്ദ്ര ചാറ്റർജി, സ്വാമി ദയാനന്ദ സരസ്വതി ആൻഡ് ഔറോബിന്ദോ ഘോഷ് പ്രൊമോട്ടഡ് നാഷണലിസം.
അപ്പോൾ ഇത്തരം റൈറ്റേഴ്സും പിന്നെ നാഷണലിസം പ്രൊമോട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ലിറ്ററേച്ചറിന്റെ ഫേസിലേക്ക് വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് ലിറ്ററേച്ചർ നാഷണലിസം പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്? വന്ദേ മാതരം ബൈ ബങ്കിം ചാറ്റർജി ബിക്കം എ നാഷണലിസ്റ്റ് ആന്തം. നാഷണൽ ആന്തം ആയിട്ട് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരം ബിഗൻ ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ ലിറ്ററേച്ചർ എങ്ങനെയൊക്കെയാണ് ഫ്യൂവൽഡ് ചെയ്യുന്നത് നോക്കാം. ലിറ്ററേച്ചർ ഫ്യൂവൽഡ് നാഷണൽ കോൺഷ്യസ്നെസ്. R.K. നാരായണന്റെ വെയിറ്റിംഗ് ഫോർ ദ മഹാത്മ. R.K. നാരായണന്റെ വെയിറ്റിംഗ് ഫോർ മഹാത്മ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓർമ്മയുണ്ടെങ്കിൽ നോക്കി പറഞ്ഞേ, പഠിച്ചവരൊക്കെ നോക്കി പറഞ്ഞേ. ദെൻ R.K. നാരായണന്റെ വെയിറ്റിംഗ് ഫോർ മഹാത്മ ഗാന്ധിയൻ ഐഡിയാസ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. ദെൻ മുൽക്ക് രാജ് ആനന്ദിന്റെ എന്താ നമ്മൾ പഠിച്ച അൺടച്ചബിൾസ് എന്ന് പറയുന്ന മുൽക്ക് രാജ് ആനന്ദിന്റെ വർക്ക് കാസ്റ്റ് ഇഷ്യൂസിനെ കുറിച്ച് ഹൈലൈറ്റ് ചെയ്യുന്ന വർക്കായിരുന്നു. ദെൻ രാജാറാവോ പ്രൊമോട്ട് ചെയ്ത് എന്താണ്? കാന്തപുര എന്ന് പറയുന്നത് സ്വദേശി മൂവ്മെന്റിലേക്ക് ലെഡ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. ദെൻ K.A. Abbas, Tomorrow is Ours, which promoted nationalism and social issues. ദെൻ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഘോര എന്ന് പറയുന്ന വർക്ക് എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? ഫ്രീഡം ആൻഡ് സാക്രിഫൈസിനെ ഫോക്കസ് ചെയ്തു. ദെൻ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ അനന്തമത് നാഷണലിസ്റ്റ് സെന്റിമെന്റിനെ ഫോക്കസ് ചെയ്തു. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഒരു നാഷണലിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ലിറ്ററേച്ചറിന്റെ ആ ഒരു റോൾ എന്ന് പറയുന്നത്. സോ ദീസ് വർക്ക്സ് ഷേപ്ഡ് ഐഡന്റിറ്റി ആൻഡ് സപ്പോർട്ടഡ് ദ ഫ്രീഡം മൂവ്മെന്റ്സ്. അപ്പോൾ വർക്കിനെ കുറിച്ചും പറയണം, ബിക്കോസ് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് ലിറ്ററേച്ചറിന്റെ ആ ഒരു രീതിയിലും ആൻസർ ചെയ്താം കേട്ടോ. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻക്ക് പോട്ടെ. റെഡി ആണോ? Okay, then move on to next question. Discuss the challenges India faced after independence, focusing on post-colonialism and the issues of feminism and caste discrimination. എന്താണ്? Discuss the challenges India faced after independence എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇൻഡിപെൻഡൻസിന് ശേഷം കൊളോണിയലിസം കഴിഞ്ഞു, അങ്ങനെ ഇൻഡിപെൻഡൻസിന് ശേഷം എന്തൊക്കെയായിരുന്നു ചാലഞ്ചസ് ഇന്ത്യ ഫേസ് ചെയ്തിരുന്നത്? അപ്പൊ ഇന്ത്യൻ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ട് ഇൻഡിപെൻഡൻസിന് ശേഷം. അപ്പൊ അതിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ എഴുതാം? Post-independence India viewed through post-colonialism explore the lasting effects of colonial rule on identity, race, gender, power and language. അപ്പോൾ കൊളോണിയൽ റൂളിൽ ഒരുപാട് കാര്യങ്ങളിൽ ഇന്ത്യ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു അല്ലേ? ലൈക്ക് നമ്മുടെ ലാംഗ്വേജ് മിക്സപ്പ് ചെയ്തു, അതുപോലെ തന്നെ നമ്മുടെ റേസ്, ജെൻഡർ, കാസ്റ്റ് സിസ്റ്റം എല്ലാം ഒരു വെറൈറ്റീസിൽ ഡിഫറൻസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ആയിരുന്നു. ദെൻ പിന്നീട് നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നു. ഡിസ്പൈറ്റ് ഗൈനിങ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ ഫേസ്ഡ് ഇക്കണോമിക് ഡിക്ലൈൻ. പിന്നീട് എന്താണ് ഇന്ത്യ ഫേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്? ഇക്കണോമിക് ഡിക്ലൈൻ സംഭവിക്കുന്നുണ്ട്. ലൈക്ക് നമ്മുടെ എല്ലാ റിസോഴ്സസും ലൂട്ട് ചെയ്യാണ് ചെയ്യുന്നത് ബ്രിട്ടീഷേഴ്സ് അല്ലേ? അപ്പൊ ആ സമയത്ത് നമ്മുടെ ഒരു എക്കണോമിക് റൈറ്റ്സ് അല്ലെങ്കിൽ എക്കണോമിക് ലൂസസ് അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പാർട്ടീഷൻ ട്രോമ, ഇന്ത്യ പാക് പാർട്ടീഷൻ സംഭവിക്കുന്നു. അങ്ങനെ പാർട്ടീഷൻ ട്രോമ വരുന്നുണ്ട്, ഒരുപാട് വാർ ആ സിനാരിയോയിൽ നടക്കുന്നുണ്ട്. ദെൻ കമ്മ്യൂണൽ റൈറ്റ്സ് നടക്കുന്നുണ്ട്. ലൈക്ക് ഇന്ത്യയിൽ ഒരുപാട് കമ്മ്യൂണിറ്റി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു കൺട്രിയാണ് അല്ലേ? അപ്പൊ കമ്മ്യൂണൽ റൈറ്റ്സ് നടക്കുന്നു. ദെൻ ഫാമിൻസ് ആൻഡ് അൺഎംപ്ലോയ്മെന്റ്സ് എല്ലാം ഇന്ത്യയിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇൻഡിപെൻഡൻസ് സമയത്ത്. Then post-colonial studies also focus on internal power structure, especially gender and caste. അപ്പോൾ gender and caste ബേസ് ചെയ്തിട്ട് പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസും ആ സമയത്ത് നടന്നിട്ടുണ്ട്. ഓക്കെ ആണോ? ഒരു തംസപ്പ് കിട്ടിയ ഓക്കെ ആണെങ്കിൽ റെഡി ആണോ? എല്ലാവർക്കും ക്ലിയർ ആയോ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഒക്കെ? ദെൻ ഫെമിനിസ്റ്റ് മൂവ്മെന്റ് പെർസ്പെക്റ്റീവ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് മൂവ്മെന്റും അതുപോലെ തന്നെ കാസ്റ്റീസ് ഒക്കെ ബേസ് ചെയ്തിട്ടാണല്ലേ നമ്മളോട് ഈ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഫെമിനിസ്റ്റ് മൂവ്മെന്റിലേക്ക് നോക്കുന്ന സമയത്ത് എന്താണ് ഫെമിനിസ്റ്റ് മൂവ്മെന്റിന്റെ ഒരു എവല്യൂഷൻ ഇന്ത്യയിൽ? ഫസ്റ്റ് ഫേസ് എന്താണ്? ഫസ്റ്റ് ഫേസ് മിഡ് 19th സെഞ്ചുറി ആണ്. ഫസ്റ്റ് ഫേസ് മിഡ് 19th സെഞ്ചുറി ആണ്. ആരൊക്കെയായിരുന്നു? റിഫോമേഴ്സ് ലൈക്ക് സാവിത്രിബായി ഫുലെ ആൻഡ് ജ്യോതിബ ഫുലെ പ്രൊമോട്ടഡ് വുമൻസ് എഡ്യൂക്കേഷൻ. വുമൻസ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യലായിരുന്നു ഫസ്റ്റ് ഫെമിനിസ്റ്റ് മൂവ്മെന്റിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. ദെൻ പണ്ഡിത രാമാബായ് റോഡ് ഹൈ കാസ്റ്റ് ഹിന്ദു വുമൺ എക്സ്പോസിങ് ജെൻഡർ ഓപ്പറേഷൻ. അപ്പൊ ജെൻഡർ ഓപ്പറേഷനെ ഒക്കെ എക്സ്പോസ് ചെയ്തിട്ടായിരുന്നു ഫസ്റ്റ് ഫേസ് ഉണ്ടായിരുന്നത്. ഓക്കെ ആണോ? ഒന്ന് തംസപ്പ് കിട്ടിയ ഓക്കെ ആണെങ്കിൽ യെസ്. അപ്പോ സെക്കൻഡ് ഫേസ് എന്താണ്? സെക്കൻഡ് ഫേസ് 1950 to 1947 ആണ്. എന്താണ് അതിൽ ഫോക്കസ് ചെയ്തിരുന്നത്? വുമൺ ജോയിൻഡ് ദ ഫ്രീഡം സ്ട്രഗിൾസ്. വുമൻസിന് ആ കാലഘട്ടം വരെയും അല്ലെങ്കിൽ സെക്കൻഡ് ഫേസ് വരെയും വുമൻസ് ഒന്നും ഫ്രീഡം സ്ട്രഗിൾസിലും ഇൻക്ലൂഡഡ് ആയിരുന്നില്ല അല്ലെ? ആൻഡ് സെക്കൻഡ് ഫേസ് ആയ സമയത്ത് വുമൻസ് എന്ത് ചെയ്യാണ്? ദേ വർ ജോയിൻഡ് ഫ്രീഡം സ്ട്രഗിളിൽ വുമൻസ് ജോയിൻ ചെയ്യുന്നു. ഗാന്ധി എൻകറേജ്ഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ഗാന്ധി എൻകറേജ്ഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ക്വിറ്റ് India movement for women. Groups like AIWC and NFIW emerged.
ദെൻ തേർഡ് ഫേസിലേക്ക് വരുമ്പോൾ യെസ് നമുക്ക് എന്താണ് പറയാനുള്ളത്? തേർഡ് ഫേസ് 1970s ഓൺവേർഡ്സ് ഉള്ളതിനെയാണ് നമ്മൾ തേർഡ് ഫേസ് എന്ന് പറയുന്നത്. എന്തൊക്കെയായിരുന്നു തേർഡ് ഫേസിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്? മൂവ്മെന്റ് പ്രൊട്ടസ്റ്റഡ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, കാസ്റ്റ് ആൻഡ് ഫണ്ടമെന്റലിസം. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, കാസ്റ്റ് ആൻഡ് ഫണ്ടമെന്റലിസം ഒക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടായിരുന്നു തേർഡ് ഫേസ് വന്നിരുന്നത്. Then feminist literature rose, Pinyar, Amridhar Pritham and My Life written by Kamala Das. Then breast stories, Maheshwara Devi, Kali for Women, India's first feminist publisher was found by Urvashi Butalia and Ritu Menon. അപ്പോൾ ഇത്തരം റൈറ്റിംഗ്സ് ലൈക്ക് ലിറ്ററേച്ചറിലേക്ക് പിന്നീട് ഫെമിനിസം എന്ന് പറയുന്ന ഒരു ടോപ്പിക് കടന്നു വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു തേർഡ് ഫേസ് എത്തിയപ്പോഴേക്കും ഫെമിനിസത്തിന്റെ ആ ഒരു പ്രോഗ്രഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെ. ലിറ്ററേച്ചറിലേക്കും ഫെമിനിസ്റ്റ് ഐഡിയാസ് വരുന്നു. കമലാദാസിനെ പോലത്തെ റൈറ്റേഴ്സ് പിന്നീട് ആ ഒരു ഫെമിനിസത്തിന്റെ ആ ഒരു എൻഗേജ്മെന്റ്സ് അവരുടെ റൈറ്റിംഗ്സിലൂടെ പ്രൊമോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. Then caste discrimination ബേസ് ചെയ്തിട്ട് എന്തൊക്കെയായിരുന്നു എഫക്ട് ചെയ്തിരുന്നത്? കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ പെർസിസ്റ്റഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ്. പോസ്റ്റ് ഇൻഡിപെൻഡൻസിൽ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്തൊക്കെയായിരുന്നു? മാർക്സ് ക്ലാസ് സ്ട്രഗിൾ തിയറി റിലേറ്റഡ് ടു കാസ്റ്റ് ഡിവിഷൻസ്. അപ്പൊ കാസ്റ്റ് ഡിവിഷൻസിന് പോസിബിൾ ആയിരുന്നു അല്ലെ മാർക്സിസ്റ്റ് തിയറി. സോ ദലിത് ഫേസസ് ഡിനയൽ ഓഫ് എഡ്യൂക്കേഷൻ, ജോബ്സ്, പബ്ലിക് ആക്സസ്. ദലിത് വുമൺ സഫേർഡ് സിവിയർ റെസ്ട്രിക്ഷൻസ്. അപ്പൊ വുമൺസ്, അതായത് ദലിത് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ലോവർ ക്ലാസ് ആയിട്ടുള്ള കാസ്റ്റ് കമ്മ്യൂണിറ്റി കൂടുതലായിട്ട് ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യാണ് ചെയ്തത്. ദലിത് ലിറ്ററേച്ചർ ബിക്കം എ പ്രൊട്ടസ്റ്റ് ടൂൾ. ദലിത് ലിറ്ററേച്ചർ പിന്നീട് എന്താണ് ഒരു പ്രൊട്ടസ്റ്റിംഗ് ടൂൾ ആയിട്ട് വരികയാണ്. ലൈക്ക് ദലിത് പീപ്പിൾസിന് എഡ്യൂക്കേഷൻ പോലും കിട്ടാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നീട് അവർ എഡ്യൂക്കേറ്റഡ് ആവുന്നു. അവർ പിന്നീട് എന്ത് ചെയ്യാണ്? അവരുടെ ലിറ്ററേച്ചറിലൂടെ അവരുടെ പ്രോബ്ലംസും സഫറിങ്സും പറയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നല്ലേ. സോ അതും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ കീ ഫിഗേഴ്സ് ആരൊക്കെയായിരുന്നു? BR അംബേദ്കർ, ദ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്. ദെൻ ഓം പ്രകാശ് വാൽമീകിയുടെ ജൂതൻ എന്ന് പറയുന്ന റൈറ്റിംഗ്. ദെൻ ഭാമയുടെ കറുക്കു എന്ന് പറയുന്ന റൈറ്റിംഗ് ഒക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള ദലിത് ലിറ്ററേച്ചറിനെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ദലിത് ലിറ്ററേച്ചറിൽ മുൻനിരയിൽ നിൽക്കുന്ന റൈറ്റിംഗ്സ് ആണ്. Then the subaltern concept. Subaltern concept ആരാണ് കൊണ്ടുവരുന്നത്? ആന്റോണിയോ ഗ്രാംഷിയുടെ ഒരു കോൺട്രിബ്യൂഷൻ ആണ് അല്ലെ സബാൾട്ടേൺ എന്ന് പറയുന്ന ടേം. Then it highlights the exclusion of marginalized groups worsened by British imposition of Western language and culture. എന്താണ് സംഭവിക്കുന്നത്? സബാൾട്ടേൺ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെയാണ് ആന്റോണിയോ ഗ്രാംഷി ആ ഒരു ടേമിലൂടെ യൂസ് ചെയ്തിട്ട് റെഫർ ചെയ്യുന്നത്. എന്താണ്? ഒരു അൺഅക്വേർഡ് ആയിട്ടുള്ള മെയിൻ സ്ട്രീം സൊസൈറ്റിയിലേക്കൊന്നും ആക്സസ് കിട്ടാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെയാണ് അല്ലേ പറയുന്നത്. Then the subaltern concept, and in sum up we can say that post-colonial India faced economic hardship, partition, trauma and gender inequality and caste discrimination, central themes in post-colonial literature and studies. അങ്ങനെയാണ് പിന്നീട് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ വരുന്നത്. സോ ഇൻഡിപെൻഡൻസ് ഇന്ത്യയിന് ശേഷമായിട്ട് ഇന്ത്യ ഫേസ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസും ആ ഒരു എഫക്റ്റിലും അതുപോലെ തന്നെ ഫെമിനിസം ഒക്കെ ഇന്ത്യ ഫേസ് ചെയ്തിട്ടുണ്ട് അല്ലെ. പിന്നീട് എന്ത് ചെയ്യാണ്? പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറി ഓഫ് ലിറ്ററേച്ചർ തന്നെ എമേർജ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. സോ ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ആൻസർ ക്ലിയർ ആയോ? എല്ലാവർക്കും ഒന്ന് തംസപ്പ് വിട്ടേ.